വേണ്ടി ഒട്ടേറെ കണ്ടെത്തലുകൾ നടത്തിയ ഇദ്ദേഹത്തെ മെല്ലോ പാലസിലെ മാന്ത്രികനെന്നും അറിയപ്പെട്ടിരുന്നു. ഒരു ദിവസം എഡിസൺ തന്റെ പരീക്ഷാശാലയിൽ നിന്നും പുറത്തു വന്നത് വളരെ നാളത്തെ പരിശ്രമം കൊണ്ടുണ്ടാക്കിയ ഒരു ബൾബുമായിട്ടായിരുന്നു. അത് കാണാൻ ആകാംക്ഷയോടെ പത്രക്കാരും മറ്റു ജനങ്ങളും ഒത്തുകൂടി. എഡിസൺ ആ ബൾബ് തന്റെ സഹായിയുടെ കയ്യിലേക്ക് നൽകി. കഷ്ടകാലം കൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ ബൾബ് നിലത്ത് വീണ് പൊട്ടി. അത് കണ്ട് ആൾക്കാർ ഞെട്ടിപ്പോയി. എഡിസൺ അവരോട് പറഞ്ഞു, നാളെ വൈകിട്ട് വരും. ഈ ബൾബ് പുനർനിർമ്മിക്കുവാൻ 24 മണിക്കൂറെങ്കിലും വേണ്ടി വരും. പ്രദർശനം കാണാനെത്തിയ ആൾക്കാർ നിരാശരായി തിരിച്ചുപോയി. എഡിസൺ തന്റെ പരീക്ഷാശാലയിലേക്ക് തിരിച്ചു കയറി. അതിന്റെ അടുത്ത ദിവസം എഡിസൺ പുതിയ ബൾബുമായി അവിടെ എത്തി. അത് കാണാൻ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുകൂടി. എഡിസൺ ചുറ്റും നോക്കി. കഴിഞ്ഞ ദിവസം ബൾബ് താഴെ നിന്ന് പൊട്ടിച്ച തന്റെ സഹായി അങ്ങ് ദൂരെ നിൽക്കുന്നു. എഡിസൺ അയാളെ അരികിലോട്ട് വിളിച്ചു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കെ എഡിസൺ